തമ്പിയുടെയും ലച്ചുവിന്റെയും ഒരുമിച്ചുള്ള ചതികളൊക്കെ ബാലനും ശിവനും മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇപ്പോഴുള്ള എപ്പിസോഡിൽ കാണിക്കുന്നത് ബാലനോടും ശിവനോടും ദേവി സംസാരിക്കുകയാണ്. അപ്പു ഇപ്പോൾ ലച്ചു കളിക്കുന്ന കള്ളത്തരങ്ങളൊന്നും അറിയാതെ അവര് പറയുന്നതെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കുന്ന അവസ്ഥയിലാണ്. ബാലേട്ടൻ അപ്പുവിനോടൊന്ന് സംസാരിച്ച് സത്യം അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. അന്നേരം അഞ്ജലി പറയുകയാണ്, പക്ഷേ അപ്പുവിനോട് ഞങ്ങളാരും സംസാരിക്കരുതെന്ന് കരുതിയിട്ടാണോ എന്തോ. ഏതു നേരത്തും അവളുടെ അപ്പച്ചി അവളോടൊപ്പം തന്നെയാണുള്ളത്. അത് കേട്ട് ശിവനും പറയുകയാണ്, അതെ ഏട്ടാ, അപ്പുവിനോട് അപ്പുവേട്ടത്തിയോട് പലതവണ സംസാരിക്കാനായി അഞ്ജുവും ശ്രമിച്ചിരുന്നു, പക്ഷേ സാധിച്ചില്ല. അതിന് അപ്പച്ചി ഒന്ന് ഒഴിഞ്ഞിട്ട് വേണ്ടേ സംസാരിക്കാൻ. എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥയൊന്നും അപ്പുവേട്ടത്തി അറിഞ്ഞിട്ടില്ല. ഡ്രസ് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടതിന്റെ സത്യാവസ്ഥ കണ്ണൻ പറഞ്ഞപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായതല്ലേ. കണ്ണൻ എന്തായാലും വല്യേട്ടനോട് പറഞ്ഞതെല്ലാം കള്ളമല്ല എന്നുള്ളതിന് അഞ്ജു സാക്ഷിയാണ്. എല്ലാം കേട്ട് ലക്ഷ്മിയമ്മയും പറയുകയാണ്, ലച്ചു ഇങ്ങനെ മനഃപൂർവ്വം ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വിവരം നമുക്ക് തമ്പി സാറിനെ വിളിച്ചൊന്ന് അറിയിക്കണ്ടേ. ഇത് കേട്ടിട്ട് ബാലൻ ചോദിക്കുകയാണ്, അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? തമ്പി സാർ അറിയാതെ ലച്ചു ഇവിടെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ലക്ഷ്മിയമ്മ പറയുകയാണ്, പക്ഷേ ഈ ഗ്യാസ് സ്റ്റവും വാഷിംഗ് മെഷീനും ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഇതൊക്കെ ഈ വീട്ടിലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണെന്നും ലച്ചു പോയാലും അതല്ല നമ്മൾ തന്നെയല്ലേ ഉപയോഗിക്കാൻ പോണത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ പറഞ്ഞതും തമ്പി സാർ തന്നെയല്ലേ. അന്നേരം ദേവി പറയുകയാണ്, അതൊക്കെ നമ്മൾ അന്നേരം മടക്കി കൊടുത്ത് അയക്കാതിരിക്കാൻ വേണ്ടി തമ്പി സാർ പറഞ്ഞതാണെങ്കിലോ. പിടിച്ച് അഞ്ജുവും പറയുകയാണ്, അതെ, ദേവിയേച്ചി പറഞ്ഞത് തന്നെയാണ് സത്യം. ഇതൊക്കെ അവര് ആങ്ങളെയും പെങ്ങളും കൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത പറഞ്ഞതാണെങ്കിലോ. ശിവൻ പറയുകയാണ്, എന്തായാലും വല്യേട്ടൻ പറഞ്ഞതുപോലെ തമ്പി സാറിന്റെ ഒത്താശയില്ലാതെ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള ധൈര്യം ബാംഗ്ലൂർ അപ്പച്ചിക്ക് എന്തായാലും ഉണ്ടാകില്ല. മാത്രമല്ല ഇവിടുന്ന് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതിന്റെ കാര്യം എന്താണ്? അതുകൊണ്ട് അവർക്ക് എന്താണ് നേട്ടം? എല്ലാം കേട്ടിരുന്നിട്ട് ലക്ഷ്മിയമ്മ ഹരിയോട് ചോദിക്കുകയാണ്, എന്താ ഹരി, ഇതിനെക്കുറിച്ച് നീ ഇതുവരെ അപ്പുവിനോട് ഒന്നും ചോദിക്കുകയും പറയുകയും ചെയ്തിട്ടില്ലേ? എത്രയോ പ്രാവശ്യം പറഞ്ഞമ്മേ, പക്ഷെ അവളുടെ തലയിലേക്ക് കേറണ്ടേ. അന്നേരം അവിടേക്ക് ചിരിച്ചുകൊണ്ട് ലച്ചു വരികയാണ്. എല്ലാവരും ഒരുമിച്ചുണ്ടായത് നന്നായി. ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ ഇന്ന് ഏട്ടന്റെ അടുത്തേക്ക് പോവുകയാണ്, അമരാവതിയിലേക്ക്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആശ്വാസമാവുകയാണ്. എന്നിട്ട് അതിനുശേഷം പറയുകയാണ്, കൂടെ അപ്പവും വരുന്നുണ്ട്. പക്ഷെ ആ തീരുമാനത്തിൽ എല്ലാവരും ഞെട്ടുകയാണ്. ഏട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, കാർ അയക്കാമെന്നും പറഞ്ഞു. ആർക്കും ശല്യമായിട്ട് ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഇനി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, താങ്ക് യു.